So I loved it. ഓക്കെ, ഇനി ജഡ്ജസിന്റെ പാട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിക്കാം. ശരത് സർ. ശ്രീകുട്ടി, മോൾ ആദ്യമായിട്ട് ചെയ്യാണോ? നന്നായിരുന്നു കേട്ടോ, ആദ്യമാണെങ്കിൽ നന്നായിരുന്നു മോൾ. എനിക്കിഷ്ടമായി, മോള് പാടിയൊക്കെ ഇഷ്ടമായി കേട്ടോ. പക്ഷെ മോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു എന്താണ് ഈ പറയേണ്ടത്, ടോട്ടൽ ഫീല് എന്താണ് ഈ പാട്ട് ക്യാരി ചെയ്യുന്നത് മോൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണം കേട്ടോ. ഈ അത്രയേ ഉള്ളൂ പാട്ട്. ആ ഒരു വിബ്രാട്ടം നമുക്ക് യൂസ് ചെയ്യാം. ചുമ്മാ പ്ലെയിൻ പാടുന്നതിനൊക്കെയാണ് ഒരു ആ ഒരു റസ്റ്റിക് ഫീല് ആവായിരുന്നു. അപ്പൊ ആ ഫ്രേസിങ് എന്ന് പാടി അതിനകത്തൊരു യാതൊന്നും തോന്നത്തില്ല കേൾക്കുന്നവർക്ക്. പക്ഷെ എനിക്ക് മോള് പാടി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫീല് അത് മിസ്സായി പോയതായിരിക്കും ചിലപ്പോ, അല്ലേ മോളെ? അത് ഇനി നോക്കണം കേട്ടോ മോളെ. ആണോ? അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, മോൾ ആദ്യമായിട്ടാണെങ്കിലും നന്നായിരുന്നു മോളെ. മോക്ക് ഞാൻ 22 മാർക്സ് തരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് നന്നായി കേട്ടോ. മോള് ചെയ്ത സ്റ്റെപ്സ് ഒക്കെ വളരെ എനിക്കൊരു ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ വളരെ പ്ലസന്റ് ആയിരുന്നു ത്രൂ ഔട്ട്. നല്ല സന്തോഷമായിട്ടാണ് നന്നായി പാട്ട് പാടിയത്. പിന്നെ ഓഡിയൻസിനോടും ഓർക്കസ്ട്രയോടും ഒക്കെ മോൾ ഇന്ററാക്ഷൻ ചെയ്ത് അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പാടിയതിനകത്ത് എനിക്കൊന്ന് ബേസിക്കലി തോന്നിയത് മോള് ഒരു കൂടുതൽ ഷാർപ്പാവാൻ ടെൻഡൻസി, ഒരുപാട് ലൈൻസ് കുറച്ച് ഷാർപ്പാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കുറേ എഴുതിയിട്ടുണ്ട്. സോ ആദ്യം തുടങ്ങിയത് കൂത്ത് എന്നുള്ള വാക്കിൽ മുതൽ തുടങ്ങി ഷാർപ്പാവാനുള്ളത്. ശ്രുതിയാണ് മോക്കത്തിരി പ്രശ്നം വന്നത്. സ്കെയിൽ ചേഞ്ച് ഒക്കെ കറക്റ്റ് നോട്ടിൽ തുടങ്ങി കേട്ടോ. അതും അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെയും കുറച്ച് ശ്രുതി ചേഞ്ച് വന്നു കഴിഞ്ഞ് സ്കെയിൽ ചേഞ്ച് കഴിഞ്ഞിട്ടുള്ള സ്ഥലം സെക്കൻഡ് ലൈനും ഫ്ലാറ്റ് ആയിപ്പോയി കുറച്ച്. അങ്ങനെ ശ്രുതിയാണ് മോൾക്കിന്ന് ബേസിക്കലി പ്രോബ്ലം വന്നത്. പിന്നെ ശരത് സാറ് പറഞ്ഞ പോലെ ആ എക്സ്പ്രഷൻ കേട്ടോ, അത് ആദ്യമായിട്ട് പാടുന്നതല്ല. പൊതുവെ ഈ ഒരുപാട് ഇത് കൂട്ടി പാടാൻ, ഈ ഒരുപാട് പ്രഷർ കൊടുത്ത് പാടാൻ നമുക്ക് അതിന് തന്നെ ഒരു പ്രാക്ടീസ് തന്നെ വേണം. അപ്പം അങ്ങനത്തെ പാട്ടിലെടുക്കും അത് കൂടുതൽ തവണ കേട്ട് പ്രാക്ടീസ് ചെയ്ത് വരണം. മോൾക്ക് ഞാൻ 23 മാർക്സ്. ശ്രീകുട്ടി നന്നായിരുന്നു കേട്ടോ. ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ, മനോഹരമായിരുന്നു. കാരണം ഈ ഡാൻസ് ചെയ്തുകൊണ്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്ര എളുപ്പത്തിലുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇവർ രണ്ടുപേരും കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്താണെന്ന്. അതൊക്കെ തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ ഞാനൊരു കണ്ടസ്റ്റന്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിമ്പിൾ സോങ് ആയിരിക്കും അത്. AR റഹ്മാൻ ചെയ്ത് ചന്ദ്രലേഖ എന്നൊരു പാട്ട് പാടിയത്, അതിനകത്ത് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ, ഒരു വികരം വേണം. അപ്പം ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഡാൻസ് ചെയ്തു ശ്രീകുട്ടി, അതിനുശേഷം പിന്നെ പാടുകയും കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഓർമ്മയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് ഇവർ രണ്ടുപേരും ഓർത്ത് വെച്ചോളാം. ഇതൊക്കെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ ആ ചേഞ്ച് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ഈസി ആയിട്ട്, മറ്റേ ഒന്ന് ആലോചിക്കുക പോലും ചെയ്തില്ല, കറക്റ്റ് ക്ലീൻ ഷോട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോയി. എന്തായാലും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ, ഒരു ഇട്ടനും ഒരു ഇട്ടിയും. അതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 23. ശ്രീകുട്ടി, ഫസ്റ്റ് പെർഫോമൻസ് ആണ് അല്ലേ? ആ ഒരു സ്ഥിതിക്ക് വളരെ ഗംഭീരമായിരുന്നു. വളരെ കൂളായിട്ട് പ്രസന്റ് ചെയ്തു. ഒരു സഭാകമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നിയിരുന്നില്ല. വളരെ കൂളായിട്ട് കെയർ ചെയ്തു. നല്ല പെർഫോമൻസാണ്. ഞാൻ പാട്ടിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ടത് ഡാൻസ് സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം പാട്ടുപാടി അഭിനയിക്കാൻ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെ സോങ്ങിലൊക്കെ മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളത്. നമ്മളൊക്കെ അഭിനയിക്കുന്നവരെ കൊണ്ട് അത് കുറച്ചുകൂടെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ലിപ്പ് മാത്രം കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇത് പാടി മൂവ്മെൻറ്റോടുകൂടി പാടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നന്നായിരുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ മാർക്ക് 7 Shikudi, total marks 22 plus 23 plus 23 plus 7, 75. 75 marks ആണ് ഇതിൽ